മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 6 മുംബൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ ഡൽഹിയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്ത കനത്ത മഴയിൽ മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തത് വലിയ നാശനഷ്ടങ്ങളാണ്. മഴക്കെടുതി അപകടങ്ങളിൽ കുറഞ്ഞത് 6 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പൂനെ, മുംബൈ, പാൽഘർ, താനെ, റായ്ഗഡ് എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പൂനെയിൽ 4 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. പ്രളയസമാനമായ അവസ്ഥയെ തുടർന്ന് 3000 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പൂനെ നഗരവും വെൽഹ, മുൽഷി, ഭോർ താലൂക്കുകളും ഉൾപ്പെടുന്ന ഭാഗങ്ങളും ഗഡക്വാസ്ല ഉൾപ്പെടെയുള്ള ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലും ബുധനാഴ്ച രാത്രി മുതൽ ആരംഭിച്ച മഴ നിർത്താതെ പെയ്യുകയാണ്. അഗ്നിശമന സേനയ്ക്കൊപ്പം NDRF സംഘവും മേഖലയിൽ പ്രളയ സാഹചര്യത്തെ നേരിടാൻ സജ്ജമായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം പ്രളയ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച പുലർച്ചെ ആരംഭിച്ച മഴയിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ നഗരകേന്ദ്രങ്ങളും നോയിഡ, ഗാസിയാബാദ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട് മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. സെൻട്രൽ ഡൽഹിയിലെ മിന്റോ റോഡ് വെട്ടിപ്പൊളിച്ചാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ഡൽഹിയിൽ അടുത്ത 2 ദിവസം കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.